അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഇതിൽ കമന്റ് ഇവനും പെണ്ണ് കിട്ടിയെന്നു ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈ അവഗണനയുണ്ട് മുത്തേ, ഇപ്പോഴും ഈ അവഗണനയുണ്ട്. ഇത് കണ്ടോണ്ടിരിക്കുന്നതിൽ എത്ര പേരുണ്ടെന്നും എനിക്ക് അറിഞ്ഞില്ല. ഇപ്പോഴും ഈ അവഗണനയുണ്ട്. ബാക്കി വെളുത്തിട്ടിരിക്കുന്നവർക്കൊക്കെ നമ്മളെ കാണുമ്പോഴത്തേക്ക് എന്തോ ഭയങ്കര അസൂയയും കാര്യങ്ങളൊക്കെയാണ്. ഓരോരുത്തന്മാരും ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെ കമന്റ് ഇട്ടേക്കണെന്ന് അറിയാമോ? ഇവരും പെണ്ണ് കിട്ടി, അപ്പൊ നമുക്ക് നാളെ പെണ്ണ് കിട്ടും. എന്തൊക്കെയാണ് പറയണത്? നമ്മള് അല്ലല്ല വേറെ അല്ലത് നമ്മളെ എടാ ഞാന് അറിയാലോ. നമ്മളിവിടെ ഇതിന്റെ ഇത് ലൈവ് ആയിക്കൊണ്ട് ഇത്രയില് നിർത്തുന്നത്. ഇതിന്റെ 10 ഇരട്ടി ഡാർക്കാന്ന് ടോക്കുകൾ ഇവിടെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി ഷേമിയും കളിയാക്കുന്ന റാബോന്നല്ല. അത്ര ആസ്പാക്കിനെല്ലാം കിട്ടുന്ന ഊക്ക് എന്ന് പറഞ്ഞാൽ അത്രയോ അങ്ങേയറ്റാന്ന് മനസ്സിലാവും. ഇങ്ങോട്ടും അങ്ങോട്ടും നമ്മളങ്ങനെ ഇതാക്കുന്ന നമ്മള് ഫ്രണ്ട്സ് തമ്മിൽ അങ്ങനെ ഇതാക്കുന്ന കേട്ടോ. അത് കൊറേ കാണുമ്പോഴത്തേക്ക് നമുക്ക് വിഷമമാണ്. എന്തുമാത്രം ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാല് കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് വിഷമം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് കേൾക്കാൻ തുടങ്ങിയത് ഈ നിറത്തിനെ കുറിച്ചുള്ളവര് എന്താ അവഗണന മനസ്സിലായ അങ്ങനെ ഒരു സാധനമുണ്ട്. പണ്ട് സ്കൂളിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാ ഈ കറുത്തവർക്ക് നേരെയുള്ള ഒരു അവഗണന. ഇതൊക്കെ മാറണോ? ഇനിയെങ്കിലും ഇതൊക്കെ മാറണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അയാൾ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ, ഒരാൾക്ക് വണ്ണമുണ്ടോ അല്ലെങ്കിൽ അയാൾ നെഞ്ഞിട്ടാണോ, ചിലവരുടെ ശരീര പ്രകൃതി അതായിരിക്കും, ചിലവരുടെ കളവതായിരിക്കും. ജനിക്കല്ലേ നമുക്ക് ജനിക്ക് നമുക്ക് നിറം പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജിറ്റിയിൽ ആർത്തി കളിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്ത് ജിറ്റിയിൽ എനിക്ക് അതുകൊണ്ട് ഞാൻ ആർത്തി കളിക്കുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഇതൊക്കെ എടുത്തു. മനസ്സിലായ വെളുത്തിട്ട് ഇത്രയും കൂടിയൊക്കെ നീക്കി നിർത്തിയ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം പറയുള്ളൂ. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പഠിക്കുന്നതോ കറുത്തിന്റെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരൊന്നും കളിയാക്കാറില്ല. അവരൊന്നും ഒരു കാരണവശാലും കളിയാക്കരുത്. ഞാൻ പറയാല ഒരു വണ്ണോത്സവം നിങ്ങൾ കളിയാന്ന് വിളിച്ചോ, അതിനൊന്നും കാര്യമില്ല. കൂട്ടുകാരന്മാർ പലതും പറയും. ചില സമയത്ത് അത് ഭയങ്കരമായിട്ട് പേഴ്സണലി അത് മൈൻഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് കണ്ടു. ഞാൻ ഇന്നലത്തെ ഞാൻ ഒരുപാട് ലൈവ് കണ്ട സമയത്ത് ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിലാണ് ഒരുപാട് പെണ്ണിട്ട് നമുക്കും പെണ്ണിട്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ എന്തൊക്കെ ഓർത്ത് വെച്ചിരുന്നു. കിട്ടുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളും കറുത്തവരാണെന്ന് നിങ്ങൾ വിഷമിക്കരുത്. ഒരു കാരണവശാലും വിഷമിക്കില്ല. കറുത്തവരാണെന്ന് കഴിഞ്ഞാൽ അതൊരു കളവല്ല. അത് നമ്മളാരെയും പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ മനസ്സിലായി. എനിക്ക് പറയണമെന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇന്നലെ ഒരുപാട് അല്ല അത് പറഞ്ഞ നന്നായി അല്ല അത് എന്തുകൊണ്ടും നീ ഇതിന്റെ ഉള്ളിലുള്ളത് അങ്ങ് തുറന്നു പറഞ്ഞ ഇങ്ങനെ ഒരു ലൈവ് എനിക്ക് സ്വന്തമായിട്ട് ലൈവുള്ള നല്ലതല്ല. എനിക്ക് ഒരിക്കലും നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോ ഇതൊന്നും പറയാൻ പറ്റില്ല ആൾക്കാരോട്. അത് നന്നായി നന്നായി. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാന് നമ്മളിനി കളിയാക്കുന്നില്ല. അല്ല നമ്മള് പറയുമ്പോ എനിക്ക് പ്രശ്നമില്ല അറിയാം. പക്ഷെ സ്റ്റിൽ എന്തോ ഇങ്ങനെയൊക്കെ കൊറേ അവഗണന ഉണ്ടോ ഈ കറുത്തവർക്ക് നേരെ കൊറേ അവഗണന ഉണ്ട്. ആലോചിച്ച് നോക്ക്. ഒരിക്കലും കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണില്ല. അല്ലാതെ തന്നെ പലരും കേൾക്കാതെയൊക്കെ പിന്നിൽ നിന്ന് പറയണത് നമ്മൾ കേട്ടിട്ടുണ്ട്. മനസ്സിലായ എനക്ക് പണ്ട് പല്ലിന്റെ ഇതുണ്ടായിരുന്നു. മനസ്സിലായ ഇപ്പൊ തന്നെ അവഗണന ഉണ്ടാക്കും പല്ലിന്റെ പേരില്. നമ്മള് പറയുന്നോണ്ട് ഇവര് ഏറ്റെടുക്കുന്നതാമോ അറിയില്ല. എടാ നമ്മള് സ്ട്രീമിൽ ഗൈസ് ഞാനൊരു കാര്യം പറയാം, നമ്മള് സ്ട്രീമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. നിങ്ങള് നോക്കാൻ നിൽക്കരുത്. മനസ്സിലാവും. നമ്മള് അത്രയും തമ്മില് ബോണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. മനസ്സിലാവും. ചെക്ക്